ഹലോ എവരിവൺ, വെൽക്കം ടു CS ലേണിംഗ് ഹബ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രീയുടെ സ്ട്രക്ചറൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ബൈനറി ട്രീ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയേഷൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ബൈനറി ട്രീ. ഇപ്പോൾ ഒരു ട്രീനെ നമ്മൾ ബൈനറി ട്രീ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, അതിൽ ഓരോ നോഡിനും മാക്സിമം 2 ചിൽഡ്രൻ ആയിരിക്കും. മിനിമം 0 or 1 ചൈൽഡ് ആയിരിക്കാം. മാക്സിമം 2 ചിൽഡ്രൻ ഉണ്ടായിരിക്കും. ഒരിക്കലും ഒരു നോഡിന് 3 ചൈൽഡായിട്ട് വരില്ല. 3 ചൈൽഡായിട്ട് വരികയാണെങ്കിൽ അതിനെ ടെർണറി ട്രീ എന്നാണ് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇതൊരു ബൈനറി ട്രീ ആണ്. ഇപ്പോൾ 1 നോഡേ ഉള്ളൂ, 0 ചിൽഡ്രൻ ആണ് ബൈനറി ട്രീ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ഇതൊരു ബൈനറി ട്രീ ആണോ? ഇതും ബൈനറി ട്രീ ആണ് അല്ലേ. 1 ചൈൽഡ് ആണുള്ളത്, ബൈനറി ട്രീ ആണ്. ഇതും ബൈനറി ട്രീ ആണ്, ഇതും പോസിബിൾ ആണ്. 2 ചൈൽഡ് ആണ്, ഇതും ബൈനറി ട്രീ ആണ്. ഓരോ നോഡ് എടുക്കുകയാണെങ്കിലും 1 ചൈൽഡ് ഓർ 2 ചൈൽഡ് ആണുള്ളത്. എപ്പോഴാണ് നമ്മളൊരു ട്രീനെ ബൈനറി ട്രീ അല്ല എന്ന് പറയാം? ഒരു നോഡിന് 3 ചൈൽഡായിട്ട് വരാൻ പാടില്ല. 3 ചൈൽഡായിട്ട് വരികയാണെങ്കിൽ അതിനെ ടെർണറി ട്രീ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫുൾ ബൈനറി ട്രീ ഓർ സ്ട്രിക്റ്റ് ബൈനറി ട്രീ. എന്ന് വെച്ചാൽ ഒരു ട്രീ സ്ട്രക്ചറിൽ ഓരോ നോഡിനും either 0 or 2 ചിൽഡ്രൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 1 ചൈൽഡായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഇതൊരു ബൈനറി ട്രീ ആണോ? ബൈനറി ട്രീ ആണ്. ദെൻ ഇതൊരു സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആണോ? സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആവില്ല. കാരണം നോഡ് 3ക്ക് 1 ചൈൽഡ് മാത്രമേ ഉള്ളൂ. മാക്സിമം 0 or 2 ചിൽഡ്രൻ ആയിരിക്കണം വേണ്ടിയിരുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നോഡ് 3ക്ക് ഇവിടെ വേറൊരു നോഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് സ്ട്രിക്റ്റ് ബൈനറി ട്രീ എന്ന് പറയാം. കാരണം ഇപ്പോൾ നോഡ് 2 എടുക്കുകയാണെങ്കിൽ 0 ചിൽഡ്രൻ ആണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നോഡ് 3 എടുക്കുകയാണെങ്കിൽ 2 ചിൽഡ്രൻ ആണ്, ഇവിടെ 1 ചൈൽഡായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഇതൊരു സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആണ്. നേരത്തെ പറഞ്ഞത് സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആവില്ല. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇതൊരു സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആണോ? ഇതും ഒരു സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആവില്ല. കാരണം ഇവിടെയാണ് പ്രോബ്ലം വരുന്നത്. നോഡ് 2ന് 1 നോഡ് മാത്രമാണ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ either 0 or 2 ചിൽഡ്രൻ ആയിരിക്കും ഓരോ നോഡിനും ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ. ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്, ഒരുപാട് എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. കൺഫ്യൂസ് ആവരുത് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ടും 2 പോയിൻറ്റ്സ് ആണുള്ളത്. ഒരു ട്രീ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ നോട്ട്സിനെ നമ്മൾ ആഡ് ചെയ്യില്ലേ, എപ്പോഴും നോട്ട്സിനെ ആഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം. എപ്പോഴും നോട്ട്സിനെയൊക്കെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ. സപ്പോസ് ഇപ്പോൾ ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റ് ചൈൽഡ് ക്രിയേറ്റ് ചെയ്യണം, ദെൻ റൈറ്റ് ചൈൽഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയാം. പോയിന്റ് നമ്പർ 1ൻ്റെ കേസിൽ. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ഓരോ ലെവൽസും കംപ്ലീറ്റഡ് ആയിരിക്കണം. ഓരോ ലെവൽസിലെ ഓരോ നോഡും അറ്റ്ലീസ്റ്റ് 1 നോഡെങ്കിലും നമ്മൾ ഫിൽ ചെയ്തിരിക്കണം. ഈ ഒരു എക്സാമ്പിൾ നോക്കി, ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണോ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുക. ഇതൊരു ബൈനറി ട്രീ ആണ് അല്ലേ. സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആണോ? അല്ല. കാരണം നോഡ് 3ക്ക് 1 ചൈൽഡേ ഉള്ളൂ, അതുകൊണ്ട് ഇത് സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആവില്ല. ഇനി എങ്ങനെയാണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നോക്കിയേ, ഫസ്റ്റ് നോഡ് എടുക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് ലെഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ റൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നോഡ് 2 ഫസ്റ്റ് ലെഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ റൈറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നു. നോഡ് 3 ഫസ്റ്റ് ലെഫ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. ഇനി നെക്സ്റ്റ് കേസ് നോക്കി, ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണോ? അല്ല. കാരണം എന്താ, ഇഷ്യൂ ഇവിടെയാണ്. ഇവിടെ ഫസ്റ്റ് നോഡ് 3 ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് റൈറ്റ് ചൈൽഡിനെയാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആവില്ല. ഫസ്റ്റ് ലെഫ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം റൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോഡ് 3 ഫസ്റ്റ് ലെഫ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഇവിടെ റൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആവില്ല. ഇനി നെക്സ്റ്റ് കേസിൽ ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണോ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ, എല്ലാ നോട്ട്സും ലെഫ്റ്റിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നോഡ് ലെഫ്റ്റ് റൈറ്റ് നോഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നു. നോഡ് 2 ആദ്യം ലെഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ റൈറ്റ് ക്രിയേറ്റ് ചെയ്തു. നോഡ് 4 ലെഫ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നു. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണോ? അല്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കി ഓരോ ലെവൽസും, അപ്പോൾ ഇത് ലെവൽ 0, ഇത് ലെവൽ 1, ഇങ്ങനെയാണ് ട്രീയുടെ ഓരോ ലെവൽസും നമ്മൾ പറയുന്നത്. ലെവൽ 2, ദെൻ ലെവൽ 3, ഇങ്ങനെയാണ് ഓരോ ലെവൽസും പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ലെവൽ 1ലെ എല്ലാ നോട്ട്സും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നോഡ് 3ക്ക് ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്യാതെയാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് ഇവിടെ മൂവ് ചെയ്തേക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഒരു ലെവലിലെ എല്ലാതും ഫിൽ ചെയ്തിട്ട് വേണം നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ ലെഫ്റ്റിൽ ഒരു നോഡിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ ഇഷ്യൂ, ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ 3ക്ക് നോഡ് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആവില്ല. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, ഇവിടെ 5ന്
നോട്ട്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാന്ന്. കാരണം ഇവിടെ ലെവൽ കംപ്ലീറ്റഡ് ആണ്, നെക്സ്റ്റ് ലെവലിലോട്ട് ഇവിടെ മൂവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ 5 ആഡ് ചെയ്യാതെ നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ മൂവ് ചെയ്തു എങ്കിൽ 6ന് നമ്മളൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്തു എങ്കിൽ അവിടെ ഇഷ്യൂ വരാം. അപ്പോൾ നമ്മൾ ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ ഇൻറ്റേർണൽ നോട്ട്സിൻ്റെ കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോഡ് 3ക്ക് ചൈൽഡ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെയാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്തത്. അതുകൊണ്ട് ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ല. 3ക്ക് ഇവിടെ ഒരു ചൈൽഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആകും. 5ത്തിൻ്റെ കാര്യം കൺസിഡർ ചെയ്യേണ്ട കാര്യം ലാസ്റ്റ് ലെവലാണ്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ ഒരു 6 എന്ന് പറഞ്ഞൊരു നോഡിന് ഒരു എക്സ്ട്രാ നോഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആകില്ല. കാരണം ലെവൽ 3യിൽ നമ്മൾ ലെവൽ 3 കംപ്ലീറ്റ് ചെയ്യാതെയാണ് ലെവൽ 4ലോട്ട് നമ്മൾ മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 2 മെയിൻ പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്ന്, ലെഫ്റ്റിൽ നിന്നായിരിക്കണം എല്ലാ നോട്ട്സിനും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ, എല്ലാ ലെവൽസും നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യാൻ. ഇനി ലാസ്റ്റാണ് കംപ്ലീറ്റ് ബൈനറി ട്രീ. കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ എല്ലാ നോട്ട്സിനും ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഉണ്ടായിരിക്കും. എല്ലാ നോട്ട്സും കംപ്ലീറ്റഡ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, നോട്ട് 2ന് ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. നോട്ട് 3ക്ക് ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. നോട്ട് 1ന് ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഇത് ലീഫ് നോട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് നമുക്ക് പറയാം. ബൈനറി ട്രീ എന്ന് പറയാൻ പറ്റുമോ? ഇത് ബൈനറി ട്രീ ആണല്ലേ, ബൈനറി ട്രീ ആണ്. ഇതൊരു സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആണോ? സ്ട്രിക്റ്റ് ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ എന്താ, ഐദർ 0 or 2 ചിൽഡ്രൻ. ഇവിടെ എല്ലാവരും 2 ചിൽഡ്രൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രിക്റ്റ് ബൈനറി ട്രീ ആണ്. ഇതൊരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ നമുക്ക് പറയാൻ പറ്റുമോ? ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. എല്ലാതും ലെഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് റൈറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ലെവൽസും ഫിൽഡ് ആണ്. അപ്പോൾ ഇതും ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബൈനറി ട്രീ നമുക്ക് പറയാൻ പറ്റും. കംപ്ലീറ്റ് ബൈനറി ട്രീ ഒന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.